ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 19ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, അത് പോയി കണ്ടിട്ട് വരാം. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ടിയാൻജിയിലെ ബോസിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ബോസ് ആണെങ്കിൽ കഴിഞ്ഞ ഗെയിം പ്ലേ എല്ലാം റീവൈൻഡ് അടിച്ച് കാണുകയാണ്. എന്നിട്ട് അവിടുത്തെ എംപ്ലോയെ വിളിച്ചിട്ട് പറയാണ്, ഇന്നെന്തായാലും ഗെയിമിലോട്ട് അവരെ കൊണ്ടുപോണ്ട, നമുക്ക് ഗെയിമിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരാനുണ്ടെന്ന്. അതായത് എന്തോ വലിയ പണികൾ അപ്ഡേറ്റിലൂടെ ഇവർക്ക് കൊടുക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇതിനുശേഷം ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോ രാത്രിയിൽ അവന്റെ ഓൺലൈൻ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ഫ്രണ്ടിന്റെ അടുത്ത്, എന്താ ഇത് പുറത്ത് പറഞ്ഞാലുള്ള കാര്യമെന്ന്. അപ്പോൾ ഓൺലൈൻ ഫ്രണ്ട് പറയുന്നുണ്ട്, അതായത് ഈ ഓൺലൈൻ ഫ്രണ്ട് മൈക്രോ ചിപ്പ് എന്ന് പറയുന്ന കമ്പനിയിൽ, അതായത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തതാ. ആ കമ്പനിയും ഈ ടിയാൻജി എന്ന് പറയുന്ന കമ്പനിയായിട്ട് ടൈപ്പാണ്. അപ്പൊ ഈ ഓൺലൈൻ ഫ്രണ്ടിന് ഈ മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന കുറെ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ ഏതോ കമ്പനിയിൽ പോയത്. അപ്പോൾ ഈ ടിയാൻജിക്കാര് വല്ലതും ഈ ഓൺലൈൻ ഫ്രണ്ട് ഹീറോയെ എങ്ങനെ സഹായിക്കുന്നെന്ന് അറിയുകയാണെങ്കിൽ എന്തായാലും ഈ ഓൺലൈൻ ഫ്രണ്ടിന്റെ ജീവൻ അത് ആപത്താവും. അതുകൊണ്ടാണ് ഓൺലൈൻ ഫ്രണ്ട് പറയുന്നത് ഇത് ആരടുത്തും പറയാൻ പാടില്ല. അപ്പൊ ഹീറോ മെസ്സേജ് അയക്കുകയാണ്, അതായത് ഹീറോയിന്റെ അച്ഛനെ അറിയാമോന്ന് പേര് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ഓൺലൈൻ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇല്ല കേട്ടോ. ഓൺലൈൻ ഫ്രണ്ട് ഓൺലൈനിൽ നിന്ന് പോയി. എന്തായാലും ഹീറോ ഫോൺ എടുത്ത് നോക്കുന്ന നേരം ഹീറോന്റെ ഫോണിൽ സമയമായി കേട്ടോ, 1 മണിയായി. എന്നിട്ടും ഗെയിമിലോട്ട് കടക്കുന്നില്ല. അതെന്താന്ന് ആലോചിച്ചിരിക്കുകയാണ് ഹീറോ. അങ്ങനെ പിറ്റേന്നാവുകയാണ് കേട്ടോ. പിറ്റേന്നാവുന്ന സമയത്ത് ഫാൻ ബോയ് ആണ് കാണിക്കുന്നത്. ഫാൻ ബോയ് ഉറക്കത്തിൽ നിന്ന് നേരെ എണീറ്റിട്ട് താഴെ ഇറങ്ങാണ് കട്ടിലിൽ നിന്ന്. എന്നിട്ട് ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് മെസ്സേജ് നോക്കാണ്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, അതിനകത്ത് നോക്കുകയാണ് ആരെങ്കിലും ഗെയിമിൽ കടന്നോ എന്ന് പറഞ്ഞിട്ട്. ഇന്നലത്തെ ദിവസം ആരും ഗെയിമിൽ കടന്നില്ലല്ലോ. അപ്പോൾ ഫാൻ ബോയ് ആണെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ആരെങ്കിലും ഗെയിമിൽ കയറിയോന്ന്. അപ്പൊ ഈ മെസ്സേജ് ആദ്യം കാണുന്നത് ഹീറോയാണ്. ഹീറോ റിപ്ലൈ പറയുന്നുണ്ട് ഗെയിമിലോട്ട് കടന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഓരോരുത്തരായിട്ട് ഗ്രൂപ്പിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഹീറോയിനും ഷോർട്ട് ഹെയറും ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് തമ്മി നോക്കിയിട്ട് ചോദിക്കുകയാണ് ഗെയിമിലോട്ട് കടന്നോന്ന്. ഇപ്പൊ രണ്ടുപേരും പറയുന്നുണ്ട് ഗെയിമിലോട്ട് കടന്നില്ല എന്ന്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണെങ്കിൽ ഇതുവരെ ഉറക്കത്തിൽ നിന്ന് എണീറ്റില്ല. ഇത് മനസ്സിലാക്കിയ ഷോർട്ട് ഹെയർ ആണെങ്കിൽ നേരെ താഴെ ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ വിളിച്ചുണർത്താണ്. ഇപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന നേരത്ത് ബോധമൊന്നും ഇല്ല കേട്ടോ. അവള് പിച്ചും പയ്യൊക്കെ വിളിച്ച് പറയാണ്. ഇതേ നേരം ഷോർട്ട് ഹെയർ ചോദിക്കുകയാണ് നീ ഗെയിമിലോട്ട് കടന്നോ. ഇത് കേൾക്കുമ്പോഴാണ് ഇൻഫ്ലുവൻസർ പെൺകുട്ടി ബോധത്തിലോട്ട് വരുന്നത്. അപ്പോഴാണ് അവൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവൾ പറയുന്നുണ്ട് ഞാൻ ഗെയിമിലോട്ട് കടന്നില്ല എന്ന്. എന്തായാലും ഇവരെല്ലാരും കൂടെ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാണ്. ഹീറോ പറയുന്നുണ്ട് ഇന്നലെ തൊട്ടേ നമ്മളെ എല്ലാരെയും ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാരും ഒന്ന് കരുതിയിരുന്നോണം, സേഫ് ആയിട്ടിരിക്കണമെന്ന്. ഇതിനുശേഷം ഹീറോ ആണെങ്കിൽ ആ കോളേജിന്റെ പരിസരത്തൂടെ നടന്നു പോവാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഏതോ വേറൊരു പെൺകുട്ടി, അതായത് ഹീറോ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി വന്നിട്ട് ഹീറോന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഈ ഡൗട്ട് സോൾവ് ചെയ്യുന്ന നേരത്താണ് ഹീറോയിൻ അതുവഴി പോകുന്നത് കേട്ടോ. ഹീറോയിനെ മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ ആ പെൺകുട്ടി എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ ശേഷം ഹീറോയിന്റെ പിറകെ പോവാണ് കേട്ടോ. പക്ഷെ ഹീറോയിൻ മൈൻഡ് ചെയ്യുന്നില്ല. ഹീറോയിൻ പറയാണ് നീ ആദ്യം പോയി ആ പെൺകുട്ടിയുടെ ഡൗട്ട് തീർക്ക്, പിന്നെ സംസാരിക്കാന്ന്. പിണക്കത്തോടെയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഹീറോ തിരിച്ചു വന്നിട്ട് ആ പെൺകുട്ടിയോട് എനിക്കിപ്പം ഇത് പറഞ്ഞു തരാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല, നമുക്ക് പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ഇതും പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഹീറോയിനെ വിളിക്കുമ്പോഴാണെങ്കിൽ അത് ഹീറോയിൻ അല്ല കേട്ടോ, ആള് മാറിപ്പോയി, വേറെ ഏതോ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഹീറോയിന്റെ സെയിം ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് ആള് മാറിപ്പോയത്. എന്തായാലും ഹീറോയിൻ നേരെ വന്നേക്കുന്നത് അവളുടെ ക്ലാസ് റൂമിലാണ് കേട്ടോ. അവിടെ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് അവിടെ ഇരിക്കുന്ന നേരം ഹീറോയിൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. പകരം അവളുടെ ഫോണിലുള്ള ആ ഫോട്ടോസ് എല്ലാം നോക്കുകയാണ്. അതായത് അച്ഛന്റെ മൈക്രോ ചിപ്പ് തുറന്ന നേരത്താണ്, അതായത് SD കാർഡ് തുറന്ന നേരത്താണ് ആ ഫോട്ടോ ഒക്കെ കിട്ടിയത്. അങ്ങനെ ആ ഗെയിമിലുള്ള എല്ലാ സ്ഥലത്തിന്റെ ഫ്ലോർ മാപ്പ് നോക്കി പഠിക്കുകയാണ്. എന്തായാലും ഹീറോയിൻ ആണെങ്കിൽ അച്ഛന്റെ വാട്സപ്പ് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വാട്സപ്പ് പോലെ അവരുടെ നാട്ടിൽ വേറെ ഏതോ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ, അത് ഓപ്പൺ ചെയ്യാണ്. അച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹീറോയിന് വേണ്ടിയിട്ട്. പക്ഷെ ഹീറോയിൻ ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഹീറോയിൻ അവളുടെ അച്ഛന് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ, എവിടാന്നും പറഞ്ഞിട്ട്, അച്ഛനിപ്പോ എവിടാ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം അങ്കിളിനെ കാണിക്കുകയാണ് കേട്ടോ. അങ്കിളാണെങ്കിൽ അങ്കിളിന്റെ റൂമിലാണ് നിൽക്കുന്നത്. ആ റൂമിൽ തന്നെ വേറൊരു റൂംമേറ്റും ഉണ്ട്. അപ്പൊ മറ്റേ ആ റൂംമേറ്റ് ചോദിക്കുകയാണ് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വരുന്നോ, നമുക്ക് കുറച്ച് സാധനം വാങ്ങിയിട്ട് വരാമെന്ന്. അപ്പൊ അങ്കിള് പറയാണ് ഇന്നെന്തായാലും ഞാനില്ല, എനിക്ക് എന്റെ ഭാര്യയും മക്കളെയും വീഡിയോ കോൾ ചെയ്യണമെന്ന്. എന്തായാലും ഇത് കേട്ടിട്ട് റൂംമേറ്റ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പൊ റൂംമേറ്റ് പോയ ഉടനെ തന്നെ അങ്കിള് തൊട്ടടുത്ത് കട്ടിലിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട് അങ്കിളിന്റെ തന്നെ. ആ ലാപ്ടോപ്പ് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുന്ന നേരത്താണ് ഈ റൂംമേറ്റ് വീണ്ടും റൂമിലോട്ട് കയറി വരുന്നത്. അങ്ങനെ റൂംമേറ്റ് വന്ന് നോക്കുമ്പോൾ റൂമിൽ ആരുമില്ല. കാരണം അങ്കിൾ കട്ടിലിൽ കയറി കർട്ടനൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ റൂംമേറ്റ് ആണെങ്കിൽ വന്നിട്ട് അങ്കിളിന്റെ ലാപ്ടോപ്പിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്കിൾ ഇത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇതേ നേരം തന്നെ തൊട്ടടുത്തിരുന്ന ഫോണിൽ ഫോൺ കോൾ വരികയാണ്. അങ്ങനെ അത് ആരുടെ ഫോണാണെന്ന് നോക്കുമ്പോഴാണ് അത് അങ്കിളിന്റെ ഫോണാണ് കേട്ടോ. ഇതേ നേരം റൂംമേറ്റ് പറയുന്നുണ്ട് നിങ്ങൾ ഭാര്യയെ വീഡിയോ കോൾ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഭാര്യയല്ലേ വിളിക്കുന്നത്, എന്താ കോൾ എടുക്കാത്തതെന്ന്. അതുകൊണ്ട് തന്നെ അങ്കിൾ ഓടി ചെന്നിട്ട് ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഫോൺ എടുക്കുന്ന നേരത്ത് ഭാര്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. വൈഫ്
വൈഫ് പറയാണ് നിങ്ങളുടെ കാമുകി ആരാണ്, ഇത്രയും പൈസ എങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയെന്ന്. അതായത് അങ്കിളിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. അപ്പൊ ഈ ഫാരി വിചാരിച്ചിരിക്കുന്നത് അങ്കിളിന്റെ കാമുകിക്ക് വേണ്ടിയിട്ടാ പൈസ മുടക്കിയെന്നാണ്. ഇതും പറഞ്ഞിട്ട് ഫാരിയെ വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്കിളിനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ അങ്കിളാണെങ്കിൽ എങ്ങനെയൊക്കെയോ ഫാരിയെ ഒന്ന് കൂളാക്കാണ്. എന്നിട്ട് ഫാരിയോട് പറയാണ് ഞാൻ ഒരിക്കലും എന്റെ കാമുകിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയോ അല്ല പൈസ ചെലവാക്കിയത്, ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചെന്ന്. എന്നിട്ട് ആ ലാപ്ടോപ്പ് വാങ്ങിച്ചതിന്റെ ബില്ല് കാണിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ റൂംമേറ്റ് അങ്ങോട്ട് വന്നിട്ട് പറയാണ് അങ്കിള് പറയുന്ന ഒന്നും കള്ളമല്ല, അങ്കിളിന്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന്. എന്നിട്ട് ആ ലാപ്ടോപ്പിന്റെ ബില്ല് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഫാരിക്ക് അങ്കിളിന് വിശ്വാസം വരികയാണ്. അപ്പൊ ഫാരി ചോദിക്കുകയാണ് അങ്കിൾ എന്തിനാണ് ഈ ലാപ്ടോപ്പ് വാങ്ങിച്ചതെന്ന്. അപ്പൊ അങ്കിള് പറയാണ് ഞാൻ എന്റെ മോക്ക് വേണ്ടിയാണ് ലാപ്ടോപ്പ് വാങ്ങിച്ചത്, മോക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ്. ഇതേ നേരം തന്നെ മറ്റേ റൂംമേറ്റ് ആണെങ്കിൽ ആ ലാപ്ടോപ്പ് എടുത്തു കേട്ടോ. എന്നിട്ട് ഇനി തൊട്ട് പുതിയ സിനിമകളെല്ലാം കാണാന്ന് പറഞ്ഞ് ആ കട്ടിലിരിക്കുന്ന നേരം അങ്കിൾ ആണെങ്കിൽ ചെന്നിട്ട് ലാപ്ടോപ്പ് തട്ടിപ്പറിക്കുകയാണ് കേട്ടോ. നിനക്ക് സിനിമ കാണാനല്ലേ ഇത് വാങ്ങിച്ചതെന്ന്. ഇതിനുശേഷം ബോസിനെ കാണിക്കുകയാണ് കേട്ടോ. ബോസിന്റെ അടുത്ത് എംപ്ലോയി വന്നിട്ട് പറയാണ് ഗെയിം എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബോസ് ഒന്നും കൂടെ പറയാണ് അതെല്ലാം കൂടെ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് നോക്കണമെന്ന്. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനാണ് കേട്ടോ കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഡോക്ടറിന്റെ വൈഫ്, നിങ്ങൾക്ക് ഏത് ഡോക്ടറാന്ന് മനസ്സിലായോ? മറ്റേ കയ്യിൽ പുള്ളിയുള്ള ഒരു ഡോക്ടർ ഇല്ലേ, ഹീറോയിനെയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് പൊക്കിയ നേരത്ത് ഹീറോയിൻ വീഡിയോ എടുത്തൊരു ഡോക്ടർ, ഹീറോയിന്റെ അടുത്ത് കുറച്ചധികം സത്യങ്ങൾ പറഞ്ഞൊരു ഡോക്ടർ, അതായത് ബോസ് തട്ടിക്കൊണ്ട് പോയ ആ ഡോക്ടറിന്റെ ഫാരിയാണ് കേട്ടോ. അങ്ങനെ ഫാരി വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് എന്റെ ഭർത്താവിനെ 3 ദിവസമായിട്ട് കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. അതായത് ആ ബോസ് ആ ഡോക്ടറിനെ എന്തോ ചെയ്തെന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ആ പോലീസുകാരൻ ഈ കേസ് രജിസ്റ്റർ ചെയ്യാണ് കേട്ടോ. ഇതിനുശേഷം ആ പോലീസുകാരൻ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഇത് ക്യാപ്റ്റന്റെ അടുത്ത് പറയണം, കാരണം ആ ഹോസ്പിറ്റലും TNG കമ്പനിയായിട്ട് നല്ല ബന്ധമുണ്ട്, അവരെല്ലാം വലിയ ആൾക്കാരാണെന്ന്. എന്തായാലും ഇതിനുശേഷം ഷോർട്ട് ഹെയറിനെ കാണിക്കുകയാണ് കേട്ടോ. ഷോർട്ട് ഹെയർ ആണെങ്കിൽ റൂമിൽ നിന്നിട്ട് ഫോണിൽ ഒരു ഫോട്ടോ കാണുകയാണ്. അതായത് മറ്റേ അവള് കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ ഫെൻസിങ് എന്ന് പറയുന്ന, അതിന്റെ ആയുധമാണ് കാണുന്നത്. അപ്പൊ അത് കാണുന്ന നേരത്ത് അവൾക്ക് ഒരുപാട് വിഷമാവുകയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോന്റെ അടുത്ത് ഓൺലൈൻ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ഓഫീസ് റൂം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്വിപ്മെന്റ് റൂം ഉണ്ട്, അതിനകത്ത് ഒരു മെഷീൻ ഉണ്ട്, അത് അടിച്ചു മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള ചിപ്പ് റിമൂവ് ചെയ്യാന്ന്. അത് മാത്രമല്ല അവിടെ കുറച്ച് സീക്രട്സും ഉണ്ടെന്ന്. അങ്ങനെ അത് അറിയാനായിട്ട് ഹീറോ ആ മൈക്രോടെക് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നേക്കാണ്. എന്തായാലും അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് വന്ന് പറയാണ് എനിക്ക് ഈ കമ്പനിയുടെ ഒരു ഫ്ലോർ മാപ്പ് കിട്ടുമെന്ന്. അതായത് ഹീറോയ്ക്ക് പോകുന്ന വഴിക്ക് വഴി തെറ്റി പോകാതിരിക്കാനാണ്. അപ്പം അവിടുത്തെ എംപ്ലോയി വിചാരിക്കും ഹീറോ സത്യസന്ധമായിട്ട് ചോദിക്കുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ആ സ്റ്റാഫ് ആണെങ്കിൽ ഹീറോന്റെ ഇമെയിലോട്ട് ആ കമ്പനിയുടെ ഫ്ലോർ മാപ്പ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് ആ കമ്പനിയിലെ റൂം എല്ലാം എവിടാണെന്നും ബോസിന്റെ റൂം എല്ലാം എവിടാണെന്നും അങ്ങനെയുള്ള ഒരു ഫ്ലോർ മാപ്പ്. അങ്ങനെ അത് നോക്കി സ്റ്റെപ്പ് കയറി നടന്നു വരികയാണ് കേട്ടോ. ഇതേ നേരം തന്നെ തൊട്ട് സൈഡിൽ ഒരാളുണ്ട് കേട്ടോ. ആരായിരിക്കും? അതെ, അത് സീനിയർ പെൺകുട്ടിയാണ് കേട്ടോ. സീനിയർ പെൺകുട്ടി ആ കമ്പനിയിൽ വന്നതാണ്. അപ്പൊ സീനിയർ പെൺകുട്ടി ഹീറോന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അത് മാത്രമല്ല സീനിയർ പെൺകുട്ടി ചോദിക്കുകയാണ് ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ എന്ന്, അതായത് ഹീറോന്റെ കൂടെ. അപ്പൊ ഹീറോ ആദ്യം വേണ്ടെന്ന് പറയും. അപ്പൊ ഇച്ചിരി കഴിഞ്ഞ നേരത്ത് അവൻ ചിന്തിച്ചിട്ട് പറയാണ് ആ സാരമില്ല, നിനക്ക് സമയമുണ്ടെങ്കിൽ നീ കൂടെ വന്നു. അതായത് ഹീറോ മനസ്സിൽ എന്തോ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും സീനിയർ പെൺകുട്ടി ചോദിക്കുകയാണ് ഹീറോ എന്തിനാ ഇവിടെ വന്നേന്ന്. അപ്പൊ ഹീറോ പറയും ഞാൻ ഇവിടുത്തെ ലാബ് എല്ലാം ഒന്ന് കണ്ടു പഠിക്കാൻ വന്നേന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ലാബ് കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ ലാബ് കാണാൻ പോകുന്ന നേരത്ത് അവിടെ 2 സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ സീനിയർ പെൺകുട്ടിയുടെ അച്ഛന്റെ കമ്പനിയാണല്ലോ, അപ്പൊ അവിടുത്തെ സ്റ്റാഫിനൊക്കെ അറിയാം ഇത് സീനിയർ പെൺകുട്ടിയാണ്, അച്ഛന്റെ കമ്പനിയാണെന്നൊക്കെ അറിയാം. അങ്ങനെ ആ മാന്യതയോട് ആ റെസ്പെക്റ്റോട് കൂടെയാണ് സീനിയർ പെൺകുട്ടിയുടെ അടുത്ത് എല്ലാവരും പെരുമാറുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ വരുന്ന നേരത്ത് ഹീറോന്റെ അടുത്ത് അവിടുത്തെ സ്റ്റാഫ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ അവൻ അവിടെ ഒരു ID കാർഡ് കാണുകയാണ് കേട്ടോ തൂക്കിയിട്ടേക്കുന്നത്. അത് എടുക്കാൻ നോക്കുന്ന നേരത്ത് പറ്റുന്നില്ല അത് എടുക്കാനായിട്ട്. ഇവരുടെ ശ്രദ്ധയെല്ലാം മാറി നിൽക്കുമല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവരെല്ലാരും ഹീറോയെ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ ID കാർഡ് എടുക്കാൻ ശ്രമിക്കുന്നത് അവരാരും കണ്ടില്ല. പക്ഷെ ഹീറോയ്ക്ക് ആ ഐഡന്റി കാർഡ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ഹീറോ ചോദിക്കുകയാണ് ആ എക്വിപ്മെന്റ് റൂമിലെ എക്വിപ്മെന്റ് എന്തെന്ന്. അപ്പം ആ സ്റ്റാഫ് പറയാണ് അതൊക്കെ കമ്പനിയുടെ സീക്രട്ട് ആണ്, പക്ഷെ ഒരു ഡ്രോയർ അല്ലെങ്കിൽ ഒരു ലോക്കർ കാണിച്ചിട്ട് പറയാണ് അതിനകത്താണ് ആ സീക്രട്ട് ഒക്കെ ഉള്ളതെന്ന്. അപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് ഈ സീനിയർ പെൺകുട്ടി ആണെങ്കിൽ ഹീറോന്റെ അടുത്ത് നിന്നിട്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട് കേട്ടോ, ഹീറോ അറിയാതെ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും ഇതിനുശേഷം ഹീറോയും സീനിയർ പെൺകുട്ടിയും കൂടെ അവിടെ നിന്ന് പുറത്തിറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നേരത്താണ് ഹീറോന്റെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നത്, അതായത് ഈ സീനിയർ പെൺകുട്ടി പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോ. അപ്പോൾ ഇത് കണ്ട നേരത്താണെങ്കിൽ ഹീറോയ്ക്ക് എന്തോ ഒരു കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോ അവളോടത്ത് പോയി സംസാരിക്കുകയാണ്. അവളോട് പറയാണ് ഞാൻ നിന്നെ യൂസ് ചെയ്തതാണ്, ഞാൻ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയാണ് ഈ കമ്പനിയിൽ വന്നത്. അപ്പൊ നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ കമ്പനി ആയതുകൊണ്ട് അവരെന്തായാലും എന്നെ ലാബ് കാണിക്കും, അതുകൊണ്ടാണ് നിന്നെ ഞാൻ യൂസ് ചെയ്തത്. അത് മാത്രമല്ല ഇനി ഞാൻ നിന്നെ ഒരിക്കലും യൂസ് ചെയ്യത്തില്ല, നിന്നെ ഹർട്ട് ചെയ്യാൻ എനിക്കൊരു തീരുമാനമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് ഹീറോയിനെ ഇഷ്ടമാണ്, നിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. ഇത് അവളുടെ മുഖത്ത് നോക്കി ഹീറോ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നേരത്ത് സീനിയർ പെൺകുട്ടി ഒരുമാതിരി അങ്ങ് വിഷമിച്ചിട്ട് അവിടെ അങ്ങ് നിന്ന് പോവാണ്. എന്തായാലും ഹീറോ ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഷോർട്ട് ഹെയറിനെയാണ് കേട്ടോ. ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഒരു ഫെൻസിങ് അക്കാഡമിയിൽ കൂടെ നടന്നു പോവാണ്.
പോവാണ്. അപ്പൊ അവിടെ ഇങ്ങനെ നടന്നു പോകുന്ന നേരത്ത് തൊട്ട് സൈഡിൽ നിന്ന് ചേച്ചി ചേച്ചി എന്നുള്ള വിളിയൊക്കെയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അത് ഷോർട്ട് ഹെയറിന്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പൊ ഷോർട്ട് ഹെയർ തിരിഞ്ഞു നോക്കുമ്പോൾ അനിയത്തിയാണെങ്കിൽ ആ ഫെൻസിങ്ങിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഫെൻസിങ് കളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ അനിയത്തിക്ക് പാട്ടിനോടാണ് താല്പര്യം, എന്നാൽ ഇവള് ഫെൻസിങ് കളിക്കുകയാണ്. ഇത് കണ്ടപ്പോഴേ ഷോർട്ട് ഹെയറിന് മനസ്സിലായി, അതായത് ഷോർട്ട് ഹെയറിന്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഈ അനിയത്തിയെ കൊണ്ട് ഈ കളി കളിപ്പിക്കുന്നതെന്ന്. ഇതേ നേരം അമ്മ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അമ്മ വന്നിട്ട് അനിയത്തിയെടുത്ത് പറയാണ് പോയി പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് ഷോർട്ട് ഹെയറിനോട് പറയുന്നുണ്ട് അവള് നിന്നെക്കാട്ടിയും ബെറ്റർ ആണ്. അത് അമ്മ അവര് രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. വളരെ മോശപ്പെട്ടൊരു കാര്യമാണത്. അപ്പോൾ ഈ അനിയത്തി പ്രാക്ടീസ് ചെയ്യുന്ന നേരത്ത് ഷോർട്ട് ഹെയർ ഓരോ ഫ്ലാഷ് ബാക്കിലോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അതായത് ഷോർട്ട് ഹെയർ കുട്ടിക്കാലത്ത് ഇതുപോലെയാണ് പ്രാക്ടീസ് ചെയ്തത്. അമ്മ ഒരു റെസ്റ്റ് പോലും കൊടുക്കത്തില്ലായിരുന്നു. അതായത് ഒരു ദിവസമാണെങ്കിൽ ഷോർട്ട് ഹെയർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്, അമ്മയാണ് അവൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവൾക്ക് 10 മിനിറ്റ് റെസ്റ്റ് കിട്ടുകയാണ് ഷോർട്ട് ഹെയറിന്. അങ്ങനെ അവള് റെസ്റ്റ് എടുക്കുന്ന നേരത്ത് തൊട്ട് സൈഡിൽ വേറൊരു കുട്ടി വീഡിയോ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടിയുടെ അടുത്ത് പോയിരിക്കുന്ന നേരം ആ കുട്ടി ചോദിക്കുന്നുണ്ട് നിനക്ക് ഗെയിം കളിക്കാൻ വേണമെന്ന്. അപ്പൊ ഷോർട്ട് ഹെയർ പറയുന്നുണ്ട് ആ തന്നാ കൊള്ളാന്ന്. അങ്ങനെ ആ കുട്ടി ആ ഗെയിം കളിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷോർട്ട് ഹെയർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അമ്മ വന്നിട്ട് പറയാണ് നിന്റെ റെസ്റ്റ് ടൈം കഴിഞ്ഞെന്ന്. അതായത് 10 മിനിറ്റ് ആണ് കൊടുത്തത്. അവള് ഗെയിം കളിക്കുന്ന കണ്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ റെസ്റ്റ് അങ്ങ് പിൻവലിക്കുകയാണ്. അവളെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വിടുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് ആണ് ഷോർട്ട് ഹെയർ ഓർക്കുന്നത്. അപ്പൊ ഇത് ഓർത്ത നേരത്ത് അവൾക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹെയർ ചിന്തിക്കുകയാണ് എന്റെ അനിയത്തിക്ക് ഇത് കണക്കത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ ചെന്ന് വഴക്കുണ്ടാക്കുകയാണ്. അവൾക്ക് മ്യൂസിക്കാണ് ഇഷ്ടം, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ആഗ്രഹപ്പുറത്ത് ഒരാളെ ഇങ്ങനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അതായത് അമ്മയ്ക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ നേടണം, അല്ലാതെ മക്കളെ കൊണ്ടല്ല നേടേണ്ടത്. മക്കൾക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും. ഇത് പറഞ്ഞിട്ട് ഷോർട്ട് ഹെയർ അമ്മയുടെ വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. എന്തായാലും അനിയത്തിയുടെ ഇരുന്ന് ആ ഫെൻസിങ്ങിന്റെ ആയുധം എടുത്ത് തറയിൽ കളയാണ് ഷോർട്ട് ഹെയർ. അപ്പൊ അനിയത്തി വന്നിട്ട് ഷോർട്ട് ഹെയറിന്റെ അടുത്ത് പറയാണ് എനിക്ക് എന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇത് എന്തായാലും കളിക്കും. എന്തായാലും മ്യൂസിക് ട്രൈ ചെയ്തല്ലോ, ഇനി ഇതുകൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അനിയത്തി വീണ്ടും അതെടുത്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇത് കണ്ട നേരത്ത് ഷോർട്ട് ഹെയറിന് ഒരുപാട് വിഷമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ അച്ഛന്റെ ഓഫീസ് റൂമിൽ വന്നേക്കാണ് അച്ഛനെ പറ്റി അറിയാനായിട്ട്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട് മോളുടെ സമയം എടുത്തോ, അച്ഛനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ ഈ ഓഫീസിൽ കാണും. അച്ഛൻ ഇവിടെ നിന്ന് പോയ ശേഷം ഈ ഓഫീസിൽ ആരും കയറിയിട്ടില്ല, മോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അച്ഛനെ പറ്റി എടുത്തോളാൻ പറയും. ഇതും പറഞ്ഞിട്ട് സ്റ്റാഫ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. വാതിലും അടച്ചിട്ടാണ് പോണത്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ അവിടുത്തെ കസേരയിൽ ഇരിക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം അവളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. അത് വേറെ ആരുമല്ല, അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ട് പറയാണ് മറ്റേ ഫോട്ടോയാണ് കേട്ടോ അയക്കുന്നത്, മറ്റേ സീനിയർ പെൺകുട്ടിയായിട്ട് നിൽക്കുന്നത്, ഹീറോ നിൽക്കുന്നത്. അത് അയച്ചിട്ട് പറയാണ് ഹീറോയെ ഒന്ന് ശ്രദ്ധിച്ചോണം, ഹീറോയുടെ ഇക്കാലത്തെ പോക്ക് അത്ര ശരിയല്ല എന്ന്. അപ്പൊ ഇത് കാണുന്ന നേരത്ത് അവളുടെ മുഖഭാവം ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ആ കമ്പ്യൂട്ടർ നോക്കാണ്. ആ കമ്പ്യൂട്ടറിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് തുറക്കുന്ന നേരം അത് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തേക്കാണ്. എന്തായാലും അതെങ്ങനെയൊക്കെ അഴിച്ച നേരത്ത് ഹീറോന്റെ ലാപ്ടോപ്പിൽ വന്ന മെസ്സേജ് ഓർമ്മ വരുവാണ്, ആ ഓൺലൈൻ ഫ്രണ്ട് അയച്ചത്. അതെന്താന്ന് അറിയത്തില്ല, ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ അത് റിവീൽ ആവുമായിരിക്കും. ഇതിനുശേഷം ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവളുടെ റൂമിൽ സീനിയർ പെൺകുട്ടി വന്നേക്കാണ്. എന്നിട്ട് സീനിയർ പെൺകുട്ടി വന്ന ഉടനെ തന്നെ ഒരു പെർഫ്യൂം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിന്റെ ബ്രദറിനോട് ചെയ്തതിനുള്ള അപ്പോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. അതായത് അന്ന് ബ്രദറിന്റെ ഫോൺ എടുത്ത് ഇവളെ വിളിച്ചില്ലായിരുന്നു ഈ സീനിയർ പെൺകുട്ടി, അതിന് ക്ഷമ ചോദിച്ചിട്ടാണ് ഈ പെർഫ്യൂം വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇതിനുശേഷം സീനിയർ പെൺകുട്ടിയാണെങ്കിൽ ആ റൂമിൽ കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി, അതായത് ഹീറോയിനെ നിരീക്ഷിക്കാൻ പറയാൻ വേണ്ടി വന്നതാണ് സീനിയർ പെൺകുട്ടി. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയാണ് ഞാൻ ഒരിക്കലും ഹീറോയിന്റെ കാര്യങ്ങളൊന്നും നിന്റെ അടുത്ത് പറയത്തില്ല, അവൾ എന്റെ ഒരു കൂട്ടുകാരിയാണ്. അതും പറഞ്ഞിട്ട് ആ പെർഫ്യൂം എടുത്ത് തിരിച്ചു കൊടുക്കാൻ നിൽക്കുന്ന നേരം ആ പെർഫ്യൂം ആണെങ്കിൽ അവള് വാങ്ങുന്നില്ല, സീനിയർ പെൺകുട്ടി വാങ്ങുന്നില്ല. അപ്പൊ സീനിയർ പെൺകുട്ടി പറയാണ് നമുക്കൊരു എക്സ്ചേഞ്ച് ഓഫർ കൊണ്ടുവരാം, നീ ആ പെർഫ്യൂം എടുത്തോ, നിന്റെ ഇരിക്കുന്ന വേറൊരു സാധനം എനിക്ക് തന്നാൽ മതി. അതും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ആ VR ഹെഡ്സെറ്റ് ഇല്ലേ ടിയാൻജിയുടെ, അതും എടുത്തോണ്ട് പോവാണ്. അപ്പൊ അവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആരാണ് സീനിയർ പെൺകുട്ടി, എന്റെ ഇത് കണക്കത്തെ VR ഹെഡ്സെറ്റ് ഉണ്ട് എന്നിട്ടാണോ ഇതെന്ന്. പക്ഷെ ഇവക്ക് അറിയത്തില്ല ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്താന്ന്. എവളുടെ ഉള്ളത് മറ്റേ സാധാ VR ഹെഡ്സെറ്റ് ആണ്. അതും വിചാരിച്ചിട്ടാണ് എടുത്തോണ്ട് പോയിരിക്കുന്നത് കേട്ടോ, ഗെയിം കളിക്കാനെന്നും പറഞ്ഞിട്ട്. ഇൻഫ്ലുവൻസർ പെൺകുട്ടീനെ ഒന്ന് പറയാൻ പോലും സമ്മതിക്കാതെയാണ് അത് എടുത്തോണ്ട് പോകുന്നത്. ഇനി വരുന്നേക്ക് നമുക്ക് വഴിയിൽ കണ്ടറിയാം. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഷോർട്ട് ഹെയറിനെയാണ് കേട്ടോ. ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവളുടെ അമ്മയായിട്ടൊക്കെ വഴക്ക് കൂടിയിട്ട് ആ റോഡിൽ കൂടെ നടന്നു വരാണ്. കോളേജിന്റെ പരിസരത്ത് തന്നെയാണ്. അപ്പൊ തൊട്ട് താഴെ ഒരു ക്യാൻ കിടപ്പുണ്ടായിരിക്കും, ഒരു ജ്യൂസിന്റെ ക്യാൻ. അപ്പൊ അവളുടെ ദേഷ്യം മൊത്തം ആ ക്യാനിൽ കാണിക്കുകയാണ്. ക്യാൻ അടിച്ചിട്ട് ദൂരെ കളയാണ് കേട്ടോ. അപ്പൊ ചെന്ന് വീഴുന്നതാണെങ്കിൽ ഫാൻ ബോയുടെ ഫ്രണ്ടിലാണ്. അപ്പൊ ഫാൻ ബോയ് വന്നിട്ട് ഷോർട്ട് ഹെയറിന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുന്ന നേരം ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പൊ അവനങ്ങ് വല്ലാണ്ടാവുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലിരുന്ന് ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുകയാണ്. അത് വേറൊന്നുമല്ല, അതൊരു ആം ഗാർഡ് ആണ്, അല്ലെങ്കിൽ ഒരു റിസ്റ്റ് ഗാർഡ് ആണ്. അതെന്താന്ന് വെച്ചാൽ അവള് മറ്റേ ഈ നടക്കുമ്പോൾ ഒരു സാധനം വെച്ച് ഉന്തിയല്ലേ നടക്കുന്നത്, അതില് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്, കൈ വേദന എടുക്കാതിരിക്കാൻ. അതാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് ഫാൻ ബോയ് അവളോട് പറയാണ് ഞാൻ നിന്നെ ഒരിക്കലും രോഗിയായിട്ട് കണ്ടിട്ടില്ല, നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ
ഞാൻ ഒന്നും ചെയ്തത്. നിനക്ക് നല്ലത് വരട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്നാലും ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവന്റെ ഗിഫ്റ്റ് വാങ്ങുന്നില്ല കേട്ടോ. അവൾ അവനോട് പറയാണ് എനിക്ക് ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, എന്റെ മൂഡ് ശരിയല്ല. ഇതും പറഞ്ഞിട്ട് അവൾ സ്റ്റെപ്പ് കയറി പോവാണ്. അങ്ങനെ നേരെ ചെല്ലുന്നത് അവളുടെ റൂമിലാണ് കേട്ടോ. അപ്പൊ റൂമിൽ നോക്കുമ്പോഴാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയുണ്ട്. ആ ചെടിച്ചട്ടിയിൽ ചൂടുവെള്ളം കോരി ഒഴിക്കുകയാണ്. ഇതേ നേരം തന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി അങ്ങോട്ട് വരികയാണ് കേട്ടോ. ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്കും ഒന്നും മനസ്സിലാവില്ല, നമ്മളെപ്പോലെ തന്നെ. കാരണം ചെടിച്ചട്ടിയിൽ എന്തിനാ ചൂടുവെള്ളം കോരി ഒഴിക്കുന്നത്? ആ ചെടിച്ചട്ടി മൊത്തം നിറച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. എന്താണെന്നറിയില്ല, എനിക്ക് മനസ്സിലായില്ല അത് എന്താന്ന്. അങ്ങനെ ഇതിനുശേഷം സീനിയർ പെൺകുട്ടീനെ കാണിക്കുകയാണ് കേട്ടോ. രാത്രിയാണ്, ഗെയിമിലോട്ട് പോകാൻ സമയമായിട്ടുണ്ട്. ഇതേ നേരം തന്നെ അവൾ ആ ഹെഡ്സെറ്റ് എടുത്ത് തലയിൽ വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ ആ ലിഫ്റ്റിൽ വരികയാണ്. എല്ലാവരും ആദ്യം വന്ന ആ ലിഫ്റ്റില്ലേ, ആ ലിഫ്റ്റിൽ വരികയാണ്. എന്നിട്ട് അതിനകത്ത് ഒറ്റ സ്വിച്ചേ ഉള്ളൂ, 19 എന്ന് പറയുന്നത്. അതിനകത്ത് ഞെക്കുന്ന നേരം ഇതൊറ്റ പോക്കാണ് താഴോട്ട്. എന്നിട്ട് ഡോറ് തുറക്കാണ്. അങ്ങനെ ഡോറ് തുറക്കുന്ന നേരത്ത് അവൾ തൊട്ട് ഫ്രണ്ടിൽ കുറെ ഗുഹ കാണുകയാണ് കേട്ടോ. അവൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ സാധാരണ ഗെയിമാണെന്നാണ്. ഇതിനുള്ള അപകടങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതേ നേരം ഹീറോയിനെ കാണിക്കുകയാണ് കേട്ടോ. ഹീറോയിനും ഗെയിമിൽ വന്നിട്ടുണ്ട്. കാരണം ഗെയിമിൽ സ്റ്റാർട്ട് ആവാനുള്ള സമയമായല്ലോ. അപ്പൊ ഹീറോയിൻ നടക്കുന്ന നേരത്ത് എന്തോ ഒരു അപശബ്ദം കേൾക്കാണ്. ആ അപശബ്ദത്തിൽ പറയുന്നത് നിനക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടല്ലേ, എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നോളാം. അങ്ങനെ അവൾ അവിടെ ചെന്ന് നോക്കുന്ന നേരത്ത് ആരെയും കാണുന്നില്ല, നമ്മുടെ അങ്കിളിനെ മാത്രമാണ് കാണുന്നത്. അപ്പൊ അങ്കിളിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടായിരുന്നു എന്ന്. അപ്പൊ അങ്കിള് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു ശബ്ദം കേട്ടില്ല, നിനക്ക് തോന്നിയതായിരിക്കും എന്ന്. ഇതേ നേരം സീനിയർ പെൺകുട്ടീനെ കാണിക്കുകയാണ് കേട്ടോ. സീനിയർ പെൺകുട്ടി അതുവഴി നടന്നു പോകുന്ന സമയത്ത് തൊട്ട് സൈഡിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുകയാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു സീൻ കട്ടാവും. അടുത്ത സീനിൽ ഷോർട്ട് ഹെയറിനെയും ഫാൻ ബോയിനെയും കാണിക്കുകയാണ് കേട്ടോ. അവര് തമ്മിൽ എങ്ങനെയൊക്കെ ഒന്നിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് വെച്ച്. അപ്പൊ അതുവഴി നടന്നു പോകുന്ന നേരത്ത് ഈ ഫാൻ ബോയ് ആണെങ്കിൽ കാല് വളഞ്ഞെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട് അവളായിട്ട് ഒന്നിച്ചു പോകാനായിട്ട്, അവള് പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അവളാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോവാണ് കേട്ടോ. ഇതേ നേരം തന്നെ അവൻ അവിടുത്തെ ഒരു നെറ്റിൽ ചവിട്ടുന്ന നേരത്ത് കാല് കുഴിഞ്ഞങ്ങ് പോവാണ്. അപ്പൊ അത് ഒറിജിനൽ ആയിട്ട് സംഭവിച്ചാണ് കേട്ടോ. അങ്ങനെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് കാല് നോക്കാണ്. അവന്റെ കാല് അവിടെ പെട്ട് കിടക്കാണ് കേട്ടോ. അപ്പൊ അവൻ വീണ്ടും അഭിനയിക്കുകയാണ് എന്റെ കാല് വയ്യ, ജീവൻ പോകുന്ന വേദന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ അവൾ ആ വാളെടുത്ത് കാണിച്ചിട്ട് പറയാം കാല് വെട്ടിക്കളയാന്ന്. അപ്പൊ അവൻ പതിയെ കാലങ്ങ് പുറത്തെടുക്കുകയാണ് കേട്ടോ. അതായത് ഷോർട്ട് ഹെയർ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ അഭിനയിച്ചാണ്. ഇതിനുശേഷം സീനിയർ പെൺകുട്ടീനെയാണ് കേട്ടോ കാണിക്കുന്നത്. സീനിയർ പെൺകുട്ടിയുടെ തൊട്ട് സൈഡിൽ നിന്ന് ശബ്ദം കേട്ടില്ലായിരുന്നു, അത് വേറൊന്നും അല്ല കേട്ടോ, അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് ഇത് കണ്ടപ്പം ഒന്നും മനസ്സിലായില്ല. കാരണം എവളെങ്ങനെ ഈ ഗെയിമിലോട്ട് വന്നത്? പക്ഷെ ആ VR ഹെഡ്സെറ്റ് കൊടുത്തോണ്ടാണ് ഇപ്പം ഗെയിമിലോട്ട് വന്നത്. എന്തായാലും അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ് കേട്ടോ ആ സ്ഥലത്ത് വെച്ചിട്ട്. അങ്ങനെ അവരവിടെ കൂടെ നടന്നു പോകുന്ന നേരത്ത് സീനിയർ പെൺകുട്ടി പറയുന്നുണ്ട് ഇത് എന്റെ അച്ഛന്റെ ഗെയിം ആയിരുന്നാലും ഇത് വെറും ഒരു ആവറേജ് ഗെയിമാണ്, വലിയ ഗെയിമൊന്നുമല്ല. ഇതേ നേരം തന്നെ തൊട്ട് സൈഡിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി എടുത്ത് സീനിയർ പെൺകുട്ടി ചോദിക്കുകയാണ് അതെന്താണ്. അപ്പൊ ഇവർക്ക് എന്തോന്നൊന്നും അറിയത്തില്ല, രണ്ടുപേർക്കും അറിയത്തില്ല. ഇതേ നേരം തന്നെ ആ ശബ്ദം കൂടി കൂടി വരികയാണ്. ഇത് കേട്ടപ്പോഴാണെങ്കിൽ ഈ സീനിയർ പെൺകുട്ടി അവിടെ നിന്ന് അലറിക്കൊണ്ട് ഓടുകയാണ് കേട്ടോ. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും പിറകെ ചെല്ലുകയാണ്. ഇതിനുശേഷം ഹീറോയെ കാണിക്കുകയാണ്. ഹീറോ അവിടുത്തെ ബൾബിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് അങ്കിളും ഹീറോയിനും വരികയാണ് കേട്ടോ. അപ്പൊ അങ്കിള് വന്ന് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ പിണങ്ങി നിൽക്കുകയാണ്. നമുക്ക് കാര്യം അറിയാലോ. അപ്പൊ അങ്കിളിന് ഇത് മനസ്സിലായി, ഹീറോയിനും പിണക്കത്തില്ലാന്ന്. അതുകൊണ്ട് തന്നെ അങ്കിള് പതിയെ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ അവന്റെ അടുത്ത് അടുക്കുന്നില്ല കേട്ടോ. അവളാണെങ്കിൽ പിണങ്ങി തന്നെ നിൽക്കുകയാണ്. ഹീറോയിൻ പറയാണ് നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഒറ്റയ്ക്ക് അങ്ങ് പോവാന്ന്. ഇതേ നേരം തന്നെ പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കുകയാണ്. അത് ഏതായിരിക്കും അലർച്ച? അങ്ങനെ അവർ ആ അലർച്ച കേട്ടെടുത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നേരെ ചെല്ലുന്നത് ഫാൻ ബോയുടെ അടുത്തും ഷോർട്ട് ഹെയറിന്റെ അടുത്തുമാണ്. അങ്ങനെ അവരെല്ലാരും കൂടെ ഒന്നിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തൊട്ട് സൈഡിൽ നിന്ന് സീനിയർ പെൺകുട്ടി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ സീനിയർ പെൺകുട്ടി ആദ്യം കാണുന്നത് തന്നെ ഹീറോനെയാണ്. ഹീറോനെ കണ്ട ആ എക്സൈറ്റ്മെന്റിൽ ഓടി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം ഇവർക്കെല്ലാം ഒരു കാര്യവും മനസ്സിലായില്ല. കാരണം ഇവളെന്തിനാണ് ഈ ഗെയിമിലോട്ട് വന്നത്? അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ ഗെയിമിലോട്ട് വന്നത്? നീ വിചാരിക്കുന്ന കണക്കല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഗെയിമാണ്. ഇതേ നേരം ഇൻഫ്ലുവൻസർ പെൺകുട്ടിയുടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയുന്നുണ്ട് എന്റെ VR എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇവൾ ഈ ഗെയിമിലോട്ട് വന്നതെന്ന്. ഇതേ നേരം ഹീറോ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ VR കൊടുത്തത്? ആ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു കൊടുത്തുവിടായിരുന്നു. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയാണ് എന്നെ അവൾ ഒരു കാര്യവും പറയാൻ സമ്മതിച്ചില്ല, അതിനു മുമ്പ് അവൾ അത് എടുത്തുകൊണ്ട് പോയെന്ന്. അപ്പൊ അവരവിടെ അങ്ങനെ നിന്ന് സംസാരിക്കുന്ന നേരത്ത് ഗെയിമിൽ അനൗൺസ്മെന്റ് കേൾക്കുകയാണ്, ഗെയിം സ്റ്റാർട്ടായി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ ആ ശബ്ദം കേട്ടെടുത്തോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുന്ന നേരത്ത് ഒരു TV-യിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ആണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ ഗെയിമിന്റെ പേര് കള്ളം പറയാൻ പാടില്ല, കള്ളം പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടും. എന്നിട്ട് ഒരു നെറ്റ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ നെറ്റിന്റെ അകത്ത് കയറണം ആൾക്കാർ, കള്ളം പറയാൻ പാടില്ല അതിനകത്ത് കയറിയ ശേഷം. അപ്പൊ ആരാ ഫസ്റ്റ് ഗെയിമിൽ കയറാൻ പോകുന്നത്? അപ്പൊ എല്ലാരും കൂടെ അവിടെ അങ്ങനെ ആലോചിക്കുകയാണ് ഈ ക്യാരക്ടർ പറയുന്നത് കേട്ടിട്ട്. ഇതേ നേരം തന്നെ സീനിയർ പെൺകുട്ടി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പം ഞാനൊന്ന് ഷെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടും. ഇതും വിചാരിച്ചിട്ട് അവൾ ആദ്യം ചെല്ലുകയാണ് കേട്ടോ അതിനകത്ത് കയറാൻ. ഇവരെല്ലാം പറയുന്നുണ്ട് വേണ്ട വേണ്ടെന്ന്. എന്നാൽ ഇവളാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ആ കൂട്ടിനകത്ത് കയറുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ കൂട്ടിന്റെ വാതിൽ അടയുകയാണ്. എന്നിട്ട് അവളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ കൂട്ടത്തിൽ നിനക്ക് ആരെയാണ് ഏറ്റവും വെറുപ്പായിട്ടുള്ളത്? അതായത് ആരെയാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തത്? അപ്പൊ അവൾക്കറിയാം നമുക്കും അറിയാം ഹീറോയിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തതെന്ന്. കാരണം ഹീറോയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ
അവളാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ അടുത്ത് കള്ളം പറയാണ്, എനിക്ക് ഇതിനകത്ത് ആരെയും ഇഷ്ടമല്ലാത്തതില്ല. ഇതേ നേരം തന്നെ തൊട്ട് മണ്ടേ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യാണ് കേട്ടോ. ആ കറണ്ട് പാസ്സായ ഉടനെ ഇവളാണെങ്കിൽ വെറും ചാരമായി പോവാണ്, പൊടികളായിട്ട് മാറുകയാണ്. ഇത് കണ്ട എല്ലാവരും ഒരുമാതിരി അങ്ങ് ഇല്ലാണ്ടായി പോവാണ്. ഇപ്പൊ അവൾ അങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ, അതിനു മുമ്പ് അവള് മരിച്ചുപോയി. അപ്പം ഇവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ, എല്ലാവരും വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി കേട്ടോ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ എന്തായിരിക്കും സംഭവിക്കുന്നത് അതൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. ഓക്കെ, ബൈ.